ഹേ ഗൈസ്, എല്ലാവർക്കും സ്പോട്ട് വൈബ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റ് കിട്ടണം. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കാണുന്ന ഈ സ്ലോ മോഷൻ വീഡിയോ ഉണ്ടല്ലോ. സോ ഈ സ്ലോ മോഷൻ ആക്ച്വലി ഞാൻ എൻ്റെ പോക്കോ X3, അതായത് എൻ്റെ ഫോണിൽ X3 ഞാൻ നോർമലായിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ട് സ്ലോ മോഡിലോട്ട് കൺവേർട്ട് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെയധികം സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്ലോ മോഷൻ ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങളിൽ പലരും ഈ ഒരു ഇതുപോലത്തെ സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോഷൻ കിട്ടാനായിട്ട് പല പല ആപ്ലിക്കേഷൻസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ എന്തായാലും നോക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ പണ്ടൊക്കെ കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ᴑɪᴅസയിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ സ്ലോ മോഷൻ ആക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു സ്പീഡ് കുറയ്ക്കത്തില്ലേ, ആ ഒരു വീഡിയോയുടെ സ്പീഡ് കുറയ്ക്കുമ്പോൾ നല്ല രീതിക്ക് ലാഗ് അടിച്ചാണ് സ്ലോ മോ വരുന്നത്. അതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോ കിട്ടത്തില്ല. ഓക്കെ, പക്ഷേ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് അടിപൊളി സ്ലോ മോഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നല്ല രീതിക്ക് യൂസ്ഫുൾ ആവാൻ ചാൻസ് ഉണ്ടാക്കി. അപ്പോൾ യൂസ്ഫുൾ ആകാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ അടിച്ചു കൊടുക്കുക. അപ്പോൾ കോളൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് ഉള്ളിലേക്കാം. ഉള്ളിലേക്ക് പോകണമെന്ന് നിങ്ങൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ബെല്ലൈക്കൻ കൂടെ തന്നെ വിളിയാം. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ vsco തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതായത് vsco എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യണം നമ്മളിന്ന് സ്ലോ മോഷൻ ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതിൽ എവിടെയാണ് സ്ലോ മോഷൻ്റെ ഓപ്ഷനൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ, ഈ ഒരു vsco എന്ന് പറയുന്ന ഒരു ആപ്പിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് ഈ ഒരു സ്ലോ മോ, അതായത് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സ്പീഡ് മാത്രമല്ല കുറേ അധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള vscoയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിനെ പറ്റിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മൾ തീർച്ചയായിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു vscoയുടെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു vsco മോഡേപ്പിക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ക്രോമിൽ കയറിയിട്ട് vsco മോഡേപ്പിക്ക് ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് നടക്കുമ്പോൾ കുറേ ലിങ്ക്സ് വരും. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, vsco ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അതിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് ഒരു ഹൈ കാർഡിൽ ക്ലിക്ക് ചെയ്ത് കയറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഓക്കെ, സോ അറിഞ്ഞിടത്തൊരു ദിവസം ആ വീഡിയോ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നിങ്ങൾ vsco ഓപ്പൺ ചെയ്യുക. അപ്പോൾ vsco ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതൊരു വീഡിയോ ആണോ ഉണ്ടായത് ആ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ താഴെ പോകുന്ന ടൈമിലൂടെ ടൂൾസ് എന്ന് പറയുന്നൊരു ഐക്കൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ടൂൾസിൽ പോകുമ്പോൾ നമുക്ക് പുതിയതായിട്ടുള്ള ഫീച്ചർ, അതായത് സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് എവിടേക്കാണോ ഈ ഒരു സ്ലോമോ വേണ്ടത് ജസ്റ്റ് ആ ഒരു എല്ലോ സംഭവം അവിടെ കൊണ്ട് ഡ്രാഗ് ആക്കി വെക്കിയതിന് ശേഷം നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ സ്പീഡ് 0.2x ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 0.2x വളരെയധികം സ്മൂത്തായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്ലോമോ പ്രോസസ്സായി വന്നിരിക്കുന്നത്. അപ്പോൾ പ്രോസസ്സായി വരാൻ യാതൊരു ടൈമൊന്നുമില്ല, അപ്പോൾ തന്നെ സംഭവം സെറ്റായി വരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് പറ്റുന്നിടത്തോളം അത്യാവശ്യം സ്പീഡിലാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ചാൽ എനിക്ക് ആദ്യം എവിടെയാണോ ഒരു സ്ലോമോ വേണ്ട അവിടെ കൊണ്ട് വെച്ചു. അതിനുശേഷം എനിക്ക് മാക്സിമം ഞാൻ സ്പീഡ് കുറച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് 0.1x ഇട്ടേക്കുന്നത്. അപ്പം അത്ര ഇട്ടിട്ട് തന്നെ എനിക്ക് യാതൊരു ലാഗും ഇല്ലാണ്ട് വളരെ സ്മൂത്തായിട്ടാണ് ഈ ഒരു സ്ലോമോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്, യാതൊരു ലാഗുമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കോളൊന്നും പറഞ്ഞ് ഉറപ്പിക്കുന്നില്ല, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ ഇൻസ്റ്റാഗ്രാം പ്ലസ് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. സീ യു സൂൺ.